ലൈവിൽ എന്തോ ചെറിയ തടസ്സം, നെറ്റ് വിഷയമെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വന്നിരുന്ന വിഷയം, കൃത്യമായ നമ്മൾ ഒന്നിലധികം നമുക്ക് അഡ്രസ് പ്രൂഫ് ഉണ്ടാവും. നമ്മൾ കൃത്യമായ അഡ്രസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മൾ നൽകുന്ന അഡ്രസ്സിൽ ചെറിയ തെറ്റുണ്ടെങ്കിൽ പോലും പാസ്പോർട്ട് ലഭിക്കില്ല. കാരണം അവസാന വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് പോസ്റ്റൽ സംവിധാനം ഈ പാസ്പോർട്ടിനെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ പാസ്പോർട്ടിന് പല രീതിയിൽ നമുക്ക് തത്കാല്, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം 36 പേജും അതുപോലെ തന്നെ 60 പേജ്, ആവശ്യമുള്ള 60 പേജ് എടുക്കാം. അപ്പം ഫീസിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഫീ എത്രയാവണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആപ്ലിക്കന്റ് ഹോമിൽ പോയിട്ട് നമുക്ക് മെയിൻ ഈ സൈറ്റിന്റെ ഹോം പേജിലേക്കാണ് പോകേണ്ടത്. ഹോം പേജിന്റെ സൈഡിലായി ഫീ കാൽക്കുലേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്പ് കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പാസ്പോർട്ട്, ഫ്രഷ്, ആപ്ലിക്കന്റ് ഏജ്, നമ്പർ ഓഫ് പേജസ് ഇൻ ബുക്ക്ലെറ്റ് 60 പേജ് ആണെങ്കിൽ ഇത്ര, റിക്വേർഡ് ഫീ തത്കാൽ ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ തത്കാൽ, കാൽക്കുലേറ്റ് ഫീ 4000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്. ഇനി 36 പേജ് ആണെങ്കിൽ കാൽക്കുലേറ്റ് ഫീ 3500 രൂപയാണ് അടയ്ക്കേണ്ടത്. ഇനി നോർമൽ ആണെങ്കിൽ 1500 രൂപയാണ് അടയ്ക്കേണ്ടത്. മൈനർ ആണെങ്കിൽ അതേപോലെ തന്നെ 1000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ്, അതേപോലെ തന്നെ ഈ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുക. അതിനുശേഷം അപേക്ഷ ഒരു പ്രിന്റ് ഔട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. വ്യൂ സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ, ഇത് ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് ആപ്ലിക്കേഷൻ റെസിപ്റ്റ്, ഇവിടെ നമുക്ക് ഇതുപോലുള്ളൊരു ആപ്ലിക്കേഷൻ കിട്ടും, റെസിപ്റ്റ് കിട്ടും. അത് പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുത്തതിന് ശേഷം ആവശ്യമുള്ള നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ എല്ലാ രേഖകളുമായി കൃത്യമായ ഡേറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഡേറ്റ് നമുക്ക് നേരത്തെ ആവശ്യമുള്ള ഡേറ്റ് എടുക്കാം. സമയം പക്ഷെ അതിൽ നിന്ന് കാണിക്കുന്ന സമയത്താണ് നമുക്ക് പോകേണ്ടി വരും. ആവശ്യമായ എല്ലാ രേഖകളുമായി യഥാർത്ഥ രേഖകൾ തന്നെ കൊണ്ടുപോകണം. ഒറിജിനൽ രേഖകൾ തന്നെ ആവശ്യമുണ്ട്. ആ രേഖകളുമായി പാസ്പോർട്ട് സേവാ ഓഫീസിൽ എത്തുക. ഇതുപോലെ പേയ്മെന്റ് ഒരു സെക്ഷൻ ഉണ്ട്. പേയ്മെന്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചലാൻ ഉപയോഗിച്ചും SBI ചലാൻ ഉപയോഗിച്ചും നെറ്റ് ബാങ്ക് വഴിയും കംപ്ലീറ്റ് ചെയ്യാം. നെറ്റ് ബാങ്ക് വഴി ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇന്റർനെറ്റ് കണക്ഷൻ കട്ടാവുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ബാങ്കിൽ നിന്ന് ക്യാഷ് പോവുകയും ടോക്കൺ പ്രിന്റ് ആവാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ സാഹചര്യങ്ങളിൽ ട്രാക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് ഡൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. അതായത് 2 പ്രാവശ്യം ക്യാഷ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാഷ് പിന്നെ തിരിച്ചു കിട്ടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, നമ്മൾ അപേക്ഷകൾ പൂർത്തിയാക്കിയ ശേഷം പ്രിന്റ് എടുത്തുകൊണ്ട് നമ്മൾ യഥാർത്ഥ രേഖകളൊക്കെ ആയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ചെല്ലുക. പാസ്പോർട്ട് ഓഫീസിൽ ചെന്ന് പ്രഥമ കൗണ്ടർ, എ കൗണ്ടർ എന്നാണ് എൻ്റെ പേര്, എ കൗണ്ടറിൽ നമ്മളെ രേഖകൾ സമർപ്പിക്കുക. എ കൗണ്ടറിൽ വെച്ച് അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് പാസ്പോർട്ടിന് ആവശ്യമായ വിരലടയാളം, ഫോട്ടോ, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷ നമ്മളെ കാണാനുള്ള ഒരു മോണിറ്റർ അവിടെ ഉണ്ടാവും. നമുക്ക് തെറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്താൽ അവിടുന്ന് നമുക്ക് ശരിയാക്കാം. ബി കൗണ്ടറിലേക്കാണ് പോകേണ്ടത്. ബി കൗണ്ടറിൽ ആവശ്യമായ രേഖകളുടെ പരിശോധന നടത്തും. എല്ലാ രേഖകളും നമ്മൾ കാര്യമായി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് ഗ്രാൻഡിങ് വിഭാഗമായ സി കൗണ്ടറിലേക്ക് പോകാം. സി കൗണ്ടറിൽ പാസ്പോർട്ട് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാകും. അദ്ദേഹം ഇത് വെരിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു റഫറൻസ് ആയിട്ട് ഒരു പ്രിന്റ് ഔട്ട് അവിടെ നിന്ന്
ലഭിക്കും. അത് നമുക്ക് അതിൽ AR നമ്പർ എന്ന നമ്പർ ഉണ്ട്. നമുക്ക് ഓൺലൈനിൽ വന്നാൽ AR നമ്പർ ചെക്ക് ചെയ്യാം. ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഫയൽ നമ്പർ കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ. ഇങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷന്റെ പ്രോസസ്സ്. അപ്പോൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ വിശദമാക്കി കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ വിശദമാക്കാൻ വിചാരിക്കുന്നു. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.